പാഠ്യപദ്ധതി പ്രവർത്തനങ്ങൾ പോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും തുല്യ പരിഗണന നൽകേണ്ട വിഷയമാണല്ലോ. ഇവിടെ സംസ്ഥാന സർക്കാർ കായിക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ഒളിമ്പിക്സ് മാതൃകയിൽ എല്ലാ മത്സരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗെയിംസ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നും വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, കായിക വിദ്യാഭ്യാസം വളരെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിയുമായിട്ട് 2-3 റൗണ്ട് ചർച്ച നടത്തി ചില രൂപരേഖകൾ തയ്യാറാക്കി വരികയാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് സാർ കായിക വിദ്യാഭ്യാസം. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ശാസ്ത്രീയമായ ആരോഗ്യശീലങ്ങൾ, ജീവിത രീതി, ഭക്ഷണശീലങ്ങൾ എന്നിവയെക്കുറിച്ച് ശരിയായ ധാരണ കുട്ടികൾക്കിടയിൽ സൃഷ്ടിക്കുന്നതിന് കായിക വിദ്യാഭ്യാസത്തിന് നിർണായകമായ പങ്ക് വഹിക്കുവാൻ കഴിയും. കായിക വിദ്യാഭ്യാസം കൂടുതൽ കാര്യക്ഷമവും വിദ്യാർത്ഥി കേന്ദ്രീകൃതമാക്കുവാനുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സാർ, പുതുക്കിയ പാഠപുസ്തകങ്ങൾ ഇതിനകം തന്നെ വിദ്യാലയങ്ങളിൽ എത്തിയിട്ടുണ്ട്. പ്രൈമറി തലത്തിൽ ഹെൽത്തി കിഡ്സ് പദ്ധതിയും നടപ്പിലാക്കി വരികയാണ്. നവകേരള സദസ്സ് ഉയർന്നു വന്ന പ്രധാന ആവശ്യമായിരുന്നു സംസ്ഥാനത്തെ സ്പോർട്സ് വിദ്യാലയങ്ങൾക്ക് പ്രത്യേക പാഠ്യപദ്ധതി തയ്യാറാക്കുക എന്നുള്ളത്. SCRTയുടെ നേതൃത്വത്തിൽ പഠനം നടത്തുകയും അതിൻ്റെ സാധ്യതകൾ പഠിക്കുകയുണ്ടായി. അതിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചു വരികയാണ്. തുടർന്ന് കായിക വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ സ്പോർട്സ് വിദ്യാലയങ്ങൾക്കായി പ്രത്യേക പാഠ്യപദ്ധതി രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനാകെ മാതൃകയാകുന്ന തരത്തിലാണ് സംസ്ഥാനത്ത് സ്കൂൾ കായിക മേളകൾ സംഘടിപ്പിക്കുന്നത്. സാർ, നിലവിൽ ഗെയിംസ് ഇനങ്ങൾ ഒരു സമയത്തും അത്ലറ്റിക് ഇനങ്ങൾ വേറൊരു സമയത്തുമാണ് നടത്തുന്ന രീതിയാണ് നിലവിൽ ഉള്ളത്. അത് മാറ്റി സ്കൂൾ ഒളിമ്പിക്സ് നടത്തുന്നതിനുള്ള സാധ്യതകൾ സർക്കാർ തേടുന്നുണ്ട്. സാർ, അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി സ്കൂൾ ഒളിമ്പിക്സ് ഈ വർഷം തന്നെ നടത്തുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന മറ്റൊരു തീരുമാനത്തിന് കൂടി സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സാർ, ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ് മാനുവൽ വികസിപ്പിക്കുകയും അതിൻ്റെ തുടർച്ചയായി ആ കുട്ടികളെയും കൂടി പരിഗണിക്കുന്നതിന് ഇൻക്ലൂസീവ് സ്പോർട്സ് നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഒളിമ്പിക്സ് മാതൃകയിൽ ആദ്യമായിട്ടായിരിക്കും സാർ ഒരു സംസ്ഥാനത്ത് ഭിന്നശേഷി കുട്ടികൾക്കായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്കിടയിൽ യോഗ പരിശീലനത്തിനായി 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ളവർക്കായി യോഗയ്ക്ക് വേണ്ടി പ്രത്യേക പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും കുട്ടികൾക്കായി സംസ്ഥാന യോഗ ഒളിമ്പ്യാഡും സംഘടിപ്പിച്ചു വരുന്നു. ശ്രീ എം വിജിൻ. സർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലനം ഡിസംബർ അവസാനത്തോടുകൂടി മുഴുവൻ അധ്യാപകർക്ക് നൽകുന്നതിനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. തീർച്ചയായും കേരളത്തിൻ്റെ മറ്റൊരു മാതൃക തന്നെയാണ് ഇതിലൂടെ കാണുന്നത്. സർ, എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണപരമായ ഉപയോഗം മുൻനിർത്തി ഇക്കാര്യം വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ എന്തൊക്കെ കർമ്മ പദ്ധതികളാണ് സർക്കാർ ആലോചിക്കുന്നത്? മിനിസ്റ്റർ പ്ലീസ്. സർ, ഒന്നാം പിണറായി സർക്കാർ കാലത്ത് തന്നെ സാങ്കേതിക വിദ്യ സൗഹൃദ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. 45,000 ക്ലാസ് മുറികൾ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കി. സർ, അധ്യാപകർക്ക് മുഴുവൻ പരിശീലനവും പല ഘട്ടങ്ങളിലായി നൽകിക്കഴിഞ്ഞു. സർ, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയെ ക്ലാസ് മുറിക്കുള്ളിൽ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സർ, ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ ഇന്ന് നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സാധ്യതയെ വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നത്. സർ, വിദ്യാഭ്യാസ മേഖലയിൽ അവധിക്കാലത്ത് ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പരിശീലന പരിപാടി ഇതിൻ്റെ തുടക്കമാണ്. ഈ വർഷം കഴിയുന്നതോടുകൂടി മുഴുവൻ അധ്യാപകർക്കും സാർ ഈ പരിശീലനം നൽകുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പരിശീലനത്തോടെ ലഭിക്കുന്ന കാര്യങ്ങൾ അധ്യാപകർ ക്ലാസ് മുറികൾ ഉപയോഗപ്പെടുത്തിയാൽ ഓരോ പാഠഭാഗങ്ങളും ലളിതവും സമഗ്രവുമായ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയും. സാർ, ഓരോ വിഷയത്തിലും എങ്ങനെ ഈ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്താമെന്ന കാര്യം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി ഭാവി പരിപാടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്യും.